കൊച്ചി പോകുമ്പോൾ ഞാൻ യൂഷ്വലി വ്ളോഗ് എടുക്കാറുണ്ട്. പക്ഷെ ഇത്തവണ വ്ളോഗ് എടുക്കാൻ മാത്രം ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിച്ചതൊക്കെ ഒരു ഷോർട്സ് ആയിട്ട് നിങ്ങളെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത്തവണ ആക്ച്വലി ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ MCAക്ക് എൻ്റെ കൂടെ പഠിച്ച ആളുടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, നിക്കാഹായിരുന്നു. ഹലോ, ഞങ്ങൾ ഷാദുവിടെ എൻഗേജ്മെന്റ് പോവുകയാണ് ഗൈസ്. അതെ, ഒരുങ്ങിയുള്ള ഫിറ്റ് ചെക്ക് ആണ് ഇത്, ഫിറ്റ് ചെക്ക്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ആക്ച്വലി ഒരു സാരി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാരി മാറ്റി എൻ്റെ അനിയത്തിൻ്റെ കുർത്തയാണ് ആക്ച്വലി ഇത്. അതിന് ഞാൻ പഴയ ഒരു പാൻറ്റും കൂടെ ഞാൻ സംഘടിപ്പിച്ചു. ഫൈനലി ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടു. പക്ഷെ ഒപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കമ്മലൊക്കെ ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ മണവാട്ടി. ഇത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ കോളേജ് വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയണ്ടാവും, ഷാദിയ. അങ്ങനെ ഷാദിയേൻ്റെ നിക്കാഹാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾ ഇങ്ങനെ കെട്ടിപ്പോകുമ്പം അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമല്ലേ അതിലെ ആ ഒരു വികാരത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സന്തോഷവും സങ്കടം എല്ലാം കൂടെ ഒന്നിച്ചു വന്നൊരവസ്ഥ. അങ്ങനെ തിരിച്ചു ഞാൻ 10-11 മണിയായപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിയത്. പക്ഷെ പ്രതീക്ഷ അത്രയും ഞാൻ ടയർഡായില്ല. ആക്ച്വലി ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ബുക്കൊന്നല്ല കേട്ടോ, ചുമ്മാ കണ്ടപ്പം ഒരു ഭംഗിക്ക് വാങ്ങിച്ചതാണ്. വായിച്ചു നോക്കണം എന്താണ് കഥ എന്ന്. അപ്പം അതിനുശേഷം പിറ്റേ ദിവസം ഞാനും ചിപ്പി ചേച്ചിയും കൂടെ ഒരു പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ വേണ്ടി പോയി. ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ഫൈനൽ കാണുന്നതെങ്കിലും ഇനി ഒരിക്കലും ഞാൻ മിസ്സാക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുട്ബോളൊക്കെ ഇരുന്ന് കാണുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ലിറ്റിൽ സോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വല്ല കൊറിയയിലും ജനിക്കണ്ടായിരുന്നു. ബിക്കോസ് എനിക്കിങ്ങനെ രാമനൊക്കെ എനിക്ക് എന്തൊരു ഇഷ്ടമാണ്, എനിക്ക് ജീവനാണ്. എൻ്റെ കംഫർട്ട് ഫുഡാണ് ഈ രാമൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാമനും ട്രൈ ചെയ്തു. പിന്നെ ദിംസം എന്ന് തോന്നുന്നു ഞാൻ ട്രൈ ചെയ്തത്. രണ്ടും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വൈസ് അടിപൊളിയാണ്, അതുപോലെ നല്ല എക്സ്പെൻസീവ് ആണ്. സോ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ തോന്നുന്നു, നിങ്ങൾ പോയി കഴിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ ഞാൻ കൊച്ചി പോയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.